പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഹലോ ഹലോ, ഏഷ്യാനെറ്റ് ന്യൂസ് ആണല്ലോ ട്രിവാൻഡ്രം? അതെ. ഞാൻ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചത് ഈ ബംഗാളിലെ ന്യൂസ് റിപ്പോർട്ട്സും അവിടുത്തെ വീഡിയോസും ഒന്നും എന്താ നിങ്ങളൊന്നും കാണിക്കാത്തത്? മനഃപൂർവ്വം കൊടുക്കാത്തതാ. ഇവിടെ കോവിഡ് മാത്രമല്ലേ ഉള്ളൂ. കോവിഡ് മാത്രമേ നമ്മുടെ മുന്നില് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ അയൽക്കാരും ഒക്കെ പറഞ്ഞു വീണ് മരിക്കുകയും അവരെ അടക്കാൻ സ്ഥലമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഈ ബംഗാളിൽ വല്ലവനും മറ്റേ സംഘിക്കാർക്ക് അടികൊണ്ടതിന് നമ്മൾ ഇവിടെ കിടന്ന് ബളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ ജനങ്ങള് ഇന്ത്യൻസ് അല്ലേ? ഇല്ല ഇന്ത്യയിലല്ല, അവര് പാകിസ്ഥാനിലെ. ഞങ്ങൾക്ക് ഇപ്പൊ ഈ വാർത്ത കൊടുക്കാനേ സമയമുള്ളൂ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. അല്ല നിങ്ങൾ പിന്നെ ഇതിനെ ന്യൂസ് ചാനൽ നടത്തുന്നേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഹലോ 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 ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? പറഞ്ഞോളൂ സാർ. നമ്മളെ ഈ ബംഗാളിലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടുണ്ടായിരുന്നു, ന്യൂസുകളും വീഡിയോസുകളൊക്കെ. അപ്പൊ അത് മനഃപൂർവ്വം കൊടുക്കാതിരുന്നൂടെ? എന്താണ്? അത് മനഃപൂർവ്വം കൊടുക്കാതിരുന്നൂടെ? നമ്മളിവിടെ കേരളത്തിൽ വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോവല്ലേ. നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ CPM-ന്റെ ഒരു എന്താ പറയാ 16 അടിയന്തരത്തിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഈ ബംഗാളിലെ വല്ല തൃണമൂൽ ഗുണ്ടകളും തണ്ണി കയറി വന്ന് ജിഹാദികളും അടികൊണ്ടതിന് നമ്മളിവിടെ കടന്ന് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർ ഇന്ത്യക്കാരല്ലല്ലോ, ബംഗ്ലാദേശികളല്ലേ. ഞങ്ങൾക്ക് ഇപ്പൊ ഈ വാർത്ത കൊടുക്കാനേ സൗകര്യമുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. ഒരു നിലപാട് നമുക്ക് എടുത്തൂടെ? നമ്മളൊക്കെ ഒന്നില്ലെങ്കിൽ പഴയ SFI-ക്കാരല്ലേ? ഏതാ? നമ്മളൊന്നില്ലെങ്കിലും പഴയ SFI-ക്കാരല്ലേ? ആരാ? അല്ല, ഇങ്ങനെ ചെയ്തൂടെ നമുക്ക്? എന്താ ചേട്ടാ ഒന്നും പറയാം? ഓ ശരി സാർ, ഇൻഫോം ചെയ്തേക്കാമേ. ഇൻഫോം ചെയ്തേക്കാം. Oh,